സാർ, ഈ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 23 നടക്കാനിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഇന്നുവരെ കണ്ടിട്ടുള്ള രാഷ്ട്രീയ രീതികളിൽ നിന്ന് മാറി അണ്ണാ ഡി എം കെയും പോലുള്ള ദ്രാവിഡ രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ കോൺഗ്രസും ബി ജെ പിയും അടക്കമുള്ള ദേശീയ കക്ഷികളും പരസ്പരം മത്സരിക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഇക്കുറി പുതിയൊരു രാഷ്ട്രീയ ബദൽ മാതൃക, അതായത് ടി വി കെ, തമിഴക വെട്രിക്കഴകം എന്നൊരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് 234 നിയമസഭാ മണ്ഡലങ്ങളിലും വിജയുടെ പ്രസ്ഥാനം മത്സരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിജയുടെ സാധ്യതകൾ തമിഴ്നാട്ടിൽ? ഒറ്റ ഒരു പ്ലെയിൻ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, നമ്മളൊരു നിലവിലെ രീതി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ വമ്പൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയ് അവിടെ അധികാരത്തിൽ വരുമെന്നാണ് നമുക്ക് പറയാൻ പറ്റും. കാര്യം ആ രീതിയിലുള്ള ജനങ്ങളാണ് വിജയ് കൂടുന്നിടത്തൊക്കെ കൂടുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാരൂര് വിജയുടെ അവിടെ സ്റ്റാമ്പേഡൊക്കെ ഉണ്ട്. 40-40 50 ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ ജൻസികളുടെ കുറച്ച് വോട്ട് കിട്ടുമായിരിക്കും. എന്നിരുന്നാൽ പോലും ഒരു വലിയൊരു ഭരണം പിടിച്ചെടുക്കുന്ന രീതിയിലേക്കുള്ളൊരു മുന്നേറ്റമൊന്നും വിജയ്ക്ക് രാഷ്ട്രീയ തലത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും വിജയ് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ജനക്കൂട്ടത്തെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എന്നാൽ വിജയുടെ ഘടകം ഈ പറഞ്ഞതുപോലെ തമിഴ്നാട് ഇലക്ഷനെ നിർണായകമായിട്ട് അത് സ്വാധീനിക്കും. അത് ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളത് നമുക്ക് അതിനി വരുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം തമിഴ്നാട്ടിലെ ഇലക്ഷൻ്റെ ഒരു സ്വഭാവം മാറുകയാണ്. നേരത്തെ അഭിഷേക് സൂചിപ്പിച്ചതുപോലെ ഈ ദ്രാവിഡ പാർട്ടികൾ തമ്മിലുള്ള മത്സരം എന്നത് മാറിയിട്ട് BJP AIDMK BJP ഇപ്പോൾ ഒരു സഖ്യത്തിലേക്ക് വന്നിരിക്കുന്നു. അവിടെ അണ്ണാമലൈ വളരെയധികം ഒരു ഇമ്പാക്റ്റ്, ഒരു തരംഗം ഉണ്ടാക്കിയൊരു സാഹചര്യത്തിലാണ്. പിന്നീട് അത് BJPക്ക് മാത്രം അവിടെ ഭരണം പിടിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവിലാണ് അണ്ണാമലൈ പിന്നിലേക്ക് വലിക്കുകയും പിന്നെ AIDMK കൊണ്ടുവരികയും അണ്ണാ DMKയുടെ അല്ലെങ്കിൽ BJPയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പോലും ഇദ്ദേഹത്തിന് അണ്ണാമലയെ മാറ്റുകയുണ്ടായി. അപ്പോൾ അങ്ങനെ AIDMK BJP സഖ്യം അധികാരത്തിലേക്ക് വരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ശക്തമായ മത്സരമാണ്. പക്ഷേ അതേ സമയത്ത് DMKയുടെ പ്രത്യേകത വെച്ചാൽ ഒരു കേഡർ പാർട്ടി പോലെ ഒരു സ്വഭാവമുള്ളൊരു പാർട്ടിയാണ് DMKയുടെ എന്ന് പറയുന്നത്. DMKയ്ക്കും അതിൻ്റേതായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളും അതിൻ്റെ സ്വാധീനവും ഒക്കെ ഉണ്ട്. അതേ സമയത്ത് DMKക്കെതിരെ ഒട്ടേറെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഈ പറഞ്ഞ അഴിമതി ആരോപണങ്ങളും ഒക്കെ തന്നെ നേരിടുകയും ഈ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ അണ്ണാമലൈ നടത്തിയിട്ടുള്ളൊരു പ്രചാരണം, ഇപ്പോൾ നമ്മൾ ഈ തമിഴ് ജനതയുടെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ മലയാളികളുടെ ഒരു സമീപനമല്ല തമിഴ് ജനതയുടെ സമീപനം എന്ന് പറഞ്ഞാൽ. അവർ ചില കാര്യങ്ങളിൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സംശയമില്ല അവർക്ക്. ഇപ്പോൾ ഒരു നടനിലോ നടിയിലോ വിശ്വാസം അർപ്പിച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു പിന്നെ തങ്ങളുടെ ഉദാഹരണത്തിന് MGR എന്ന് പറയുന്ന ഒരു വ്യക്തി തങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണെന്ന് അവർക്ക് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് MGRന് വേണ്ടി അവർ മരിക്കാനെന്ന് തയ്യാറ്. ഇഷ്ടംപോലെ ആൾക്കാർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? അദ്ദേഹത്തിനൊക്കെ അസുഖം വരുമ്പോഴും അത് പിന്നെ ജയലളിതയിലേക്ക് അത് മാറ്റപ്പെട്ടു. അപ്പോൾ അങ്ങനെയൊരു തുടർച്ചയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ അണ്ണാമലയുടെ വരവോടുകൂടി അവിടെ പുതിയൊരു രാഷ്ട്രീയ ചേരിതിരിവും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അണ്ണാമലയുടെ പ്രവർത്തനങ്ങളും ഈ പറഞ്ഞതുപോലെ ഈ DMK സർക്കാരിൻ്റെയും സ്റ്റാലിൻ്റെയും പ്രതിച്ഛായയൊക്കെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് തമിഴ്നാട്. നമുക്ക് അറിയാം, മറ്റേ ഈ പാർലമെൻറ്റിൽ കൊണ്ട് സ്ഥാപിച്ച ദണ്ട് അല്ലേ, ഓർമ്മയില്ലേ? അപ്പോൾ ആ ദണ്ട് ഇതെല്ലാം ഈ തമിഴ്നാടിനെയും സൗത്തിനെയും കൊണ്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് ഇപ്പോഴും നമ്മുടെ പാർലമെൻറ്റ് കുടുംബം ആ ദണ്ട് പിന്നിലിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തമിഴ് വികാരത്തെ പരമാവധി ഉത്തേജിപ്പിക്കുകയും സംതൃപ്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ഉള്ള ഒരു ശ്രമമാണ് BJPയുടെ ഭാഗത്തുനിന്നും AIDMKയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. DMKയുടെ ഭാഗത്തുനിന്ന് ഈ പറയുക പരമ്പരാഗതമായിട്ട് അവിടെ ഒരു രീതിയുണ്ട്. സ്വാഭാവികമായിട്ടും സ്റ്റാലിൻ്റേതായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ട്. അതിന് പുറമേയായിട്ടാണ് ഇപ്പോൾ ഈ വിജയുടെ സംഗതി. വിജയ് ഈ ജൻസികളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ജൻസികൾ എങ്ങനെ എത്രമാത്രം ആവേശപൂർവ്വം ഈ
തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നു, അത് ആർക്ക് അനുകൂലമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഈ DMKയുടെയും. പക്ഷേ ഈ രാഷ്ട്രീയ എതിരാളികളൊക്കെ പറയുന്നത് വോട്ട് പോലും ഇല്ലാത്ത ചെറിയ കുട്ടികളൊക്കെയാണ് ഈ വലിയ ആൾക്കൂട്ടമായിട്ട് വിജയുടെ ഒരു റാലികളിൽ തീർച്ചയായിട്ടും ആൾക്കൂട്ടം വോട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ വിജയ് തന്നെ അധികാരത്തിൽ വരും, സംശയമില്ല, മുഖ്യമന്ത്രിയാവും. പക്ഷെ അവർ എത്ര സീറ്റ് കിട്ടുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. വേണമെങ്കിൽ ഒന്നും കിട്ടാതിരിക്കുക, അഥവാ കിട്ടിക്കഴിഞ്ഞാൽ നാമമാത്രമായി അത് കിട്ടാം. അതല്ലെങ്കിൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും. അല്ല, 234 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു പ്രദേശമാണ്. അപ്പോൾ ഈ വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അപ്പുറത്തേക്ക് ആ ഒരു മണ്ഡലങ്ങളിലേക്ക് TVK അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ എത്രത്തോളം പ്രാഗൽഭ്യമുള്ളവരാണ് എന്നതുകൂടി അതാണ് പ്രശ്നം. കാരണം ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഇപ്പോൾ വിജയ് മാത്രമേ ഉള്ളൂ, ഇല്ലേ? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ വളരെ പ്രാദേശികമായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും മറ്റും ചെയ്തിട്ടുള്ള വിശ്വാസ്യത നേടിയിട്ടുള്ള നേതാക്കന്മാർ ആ പാർട്ടിക്കില്ല, അല്ലേ? വിജയ് ഒരു സുപ്രഭാതത്തിൽ വരുന്നു, വലിയ മീറ്റിംഗിൽ നടത്തുന്നു, അദ്ദേഹം കാണുന്നു, ജനം കൈയടിക്കുന്നു, ജനം കൂടുന്നു. അദ്ദേഹം കാരണം വിജയ് അവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാറാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയമായിട്ട് പിന്നെ TVKയുടെ അടിത്തറ എന്ന് പറയുന്നത് വളരെ ദുർബലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം TVK അല്ലെങ്കിൽ വിജയ് നേടും എന്നുള്ളത് അറിയേണ്ടത്. അതേപോലെ തന്നെ NTK എന്ന് പറയുന്ന വേറൊരു പാർട്ടി, അതായത് തമിഴ് ദേശീയതയും അതേപോലെ തന്നെ പ്രാദേശികതയും പ്രകൃതിയും എല്ലാം എടുത്തുകൊണ്ട് ഉന്നയിച്ചുകൊണ്ട് സീമന്റെ നേതൃത്വത്തിലുള്ള NTKയും പല മണ്ഡലങ്ങളിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതും ബാധിക്കുക, അവരും 234 മണ്ഡലങ്ങളിലും NTKയും മത്സരിക്കുന്നുണ്ട്. അതും ബാധിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ മുഖ്യ 2 മുന്നണികളുണ്ടല്ലോ, AIDMK BJP, അതുപോലെ തന്നെ DMKയുടെ കൂടെ ആണെങ്കിൽ മറ്റ് പാർട്ടികളെല്ലാം ഉണ്ട്, CPI CPM മുസ്ലിം ലീഗ് MVK ഇങ്ങനെയുള്ള എല്ലാ പാർട്ടികളും ഉണ്ട്. പ്രധാനമായിട്ടും DMKക്ക് മാത്രമേ അതിനകത്തുള്ള ഒരു ആൾബലം കൂടുതലുള്ളൂ. അപ്പോൾ ഇതും ഈ NTKയും ചില മണ്ഡലങ്ങളിലൊക്കെ വളരെയധികം മുന്നേറ്റങ്ങൾ നേരിടുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ ഈ പറഞ്ഞ പോലെ അവരുന്നയിക്കുന്ന ഈ പാരിസ്ഥിതിക വിഷയങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് കേൾക്കുന്നു. NTKയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ വീരപ്പൻ്റെ മകള് വിദ്യാലക്ഷ്മി, മേട്ടൂരാണെന്ന്. വിദ്യാലക്ഷ്മിയുടെ പ്രകടനമൊക്കെ കാണുമ്പോഴത്തേക്ക് അതിഭയങ്കരമായിട്ടുള്ള ഒരു വിദ്യാലക്ഷ്മിയുടെ ഒരു ഡയലോഗ് കാണുന്നുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ തോക്ക് പിടിക്കാനുള്ള ആ ഒരു ശേഷി എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാൻ തോക്ക് പിടിക്കില്ല. ആ ഒരു ഊർജം വെച്ചിട്ട് ഞാൻ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പ്രസ്താവനകളൊക്കെ ഒരു സിനിമ സ്റ്റൈൽ. അപ്പോൾ വിദ്യാലക്ഷ്മി ഇപ്പോൾ സിനിമാ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞതുപോലെ ഈ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ആൾക്കാരോട് സംസാരിച്ച് നോക്കുമ്പോൾ വിദ്യാലക്ഷ്മി ഒരു സംഭാഷണ അല്ലെങ്കിൽ ഒരു കേന്ദ്ര ബിന്ദുവായി മാറുന്നുണ്ട്. മാത്രവുമല്ല വളരെ മനോഹരമായ രീതിയിലുള്ള റെസ്പോൺസസ് നാഷണൽ TVക്ക് കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷിലൊക്കെ നല്ല ഫ്ലുവൻ്റായിട്ട് ഈ വിദ്യാലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കോൺട്രാസ്റ്റ് വരുന്നുണ്ട്. വീരപ്പൻ്റെ മകളും അതേപോലെ തന്നെ ഇവർ പറയുന്നുണ്ട്, ഞാൻ 3 വയസ്സിലെങ്ങാണ്ടാണ് വീരപ്പനെ കണ്ടത്, അതിനുശേഷം എന്നെ വളർത്തിയത് ഇവരാണ്, എന്നെ പഠിപ്പിച്ചത് ഇവരാണ്, എന്നെ ഈ രീതിയിലാക്കിയത് ഇവരാണ്, ഞാൻ ഇവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഈ തമിഴ് ജനതയെ സംബന്ധിച്ചിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഈ പിന്നെ സ്വീകരിക്കാൻ മടിയുള്ള കൂട്ടത്തിലൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് NTKയും പല സ്ഥലങ്ങളിലും വോട്ട് കാര്യമായിട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടെ പുതിയ ഒരു തമിഴ്നാട് രാഷ്ട്രീയ അന്തരീക്ഷത്തെ മാറ്റിമറിക്കുമെന്നുള്ളൊരു സംശയമില്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും, MDMKയുടെ നേതൃത്വത്തിലും അല്ലെങ്കിൽ AIDMK BJP നേതൃത്വത്തിൽ ഈ 2 മുന്നണികളായിരിക്കും മുഖ്യമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ എമർജ് ചെയ്ത് വരിക. അതിനകത്ത് വിജയ് ഒരു ഫാക്ടറാവും, അതോടൊപ്പം തന്നെ NTKയും ഒരു ഫാക്ടറായി മാറും. മൊത്തത്തിൽ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ഘടനാപരമായ മാറ്റമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നും തന്നെ അവിടെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.